തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ചേട്ടന്മാർ രണ്ടും കൂടെ ഇവിടെ എന്തെടുക്കായിരുന്നു? ഇനി എവിടെ വിഷം കലക്കേണ്ടെന്ന് ആലോചിക്കായിരുന്നോ? ആണോ മോളെ? ഇവനങ്ങ് തൂക്കാം. ഇതോടെ പഞ്ചരത്നം കേസ് അവസാനിക്കുന്നു. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ആ ജോസ് പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തേ. ആ ജോസിനുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം. തൽക്കാലം മോയിങ് വാ. മോളെ കയറിക്കോ. നീ പുറത്തോട്ടങ്ങാനും ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിച്ചതിന്റെ ഹലോ മാഡം. ഞാൻ കലാവതിയാ. മനസ്സിലായി. സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറിന്റെ നമ്പർ ആണെങ്കിൽ സ്വിച്ച് ഓഫാ. എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഇനി എന്ത് പറയാനാ മാഡം? കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നാട്ടുകാർ മുഴുവൻ സത്യമറിഞ്ഞു. എനിക്കാണെങ്കിൽ മുകളിൽ നിന്നുള്ള വിളി കാരണം ഇരിക്കപ്പുറതിയില്ല. ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. സാറ് ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല മാഡം. വിഷം കലർത്തിയ ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരെ അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അവരെ കയ്യിൽ കിട്ടിയാൽ അവർ സത്യം പറയും. അതോടെ കേസിൽ മാഡം പ്രതിയാകും. സാർ ഇങ്ങനെ പേടിക്കല്ലേ. അവരൊന്നും പറയാൻ പോകുന്നത് എന്റെ പേരായിരിക്കില്ല. പിന്നെ അവര് അമൃതയുടെ പേര് പറഞ്ഞാലോ? അവരത് പറയില്ലല്ലോ. അല്ലെങ്കിലും അമൃത എന്തിനാ അത് ചെയ്യുന്നത്? അമൃതയുടെ പേര് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുവോ? വിശ്വസിക്കും. പഞ്ചരത്നത്തിന്റെ പേരില് അമൃതയും ദിവ്യപ്രഭയും തമ്മിലൊരു കേസുണ്ട്. ആ കേസ് ജയിക്കാൻ വേണ്ടി ദിവ്യപ്രഭയെ കൊടുക്കാൻ അമൃത ചെയ്തതാണെന്ന് പറയും. സാർ ധൈര്യമായിട്ടിരിക്കേ. ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴേക്കും അങ്ങ് പേടിച്ചാലോ? എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാതെയായി. വേണ്ടി വന്ന ഒരു പടി കൂടി കടന്ന് വേറൊരു പരിപാടിയുണ്ട്. അമൃതയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാ ബാക്കി സാറിന് ചെയ്യാലോ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടും? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? മാനസിക രോഗിയായ ഹോട്ടൽ ഉടമസ്ഥ തന്റെ ശത്രുവായ ദിവ്യപ്രഭയെ കൊടുക്കാൻ സ്വന്തം ഹോട്ടലിലെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. നല്ല ട്വിസ്റ്റ് അല്ലേ? ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ഇന്നത്തെ കഥയൊക്കെ നാളെ കൊണ്ട് മാറി മറിയും. അതുവരെ സാറൊന്ന് ക്ഷമിക്ക്. ശരി മാഡം. എന്തു പറഞ്ഞു സാർ? തലയൂരാനുള്ള ഒരു വഴിയാ കലാവതി പറഞ്ഞത്. കേട്ടപ്പോ കൊള്ളാമെന്ന് എനിക്കും തോന്നി. എന്താ സംഭവം? അവർക്ക് പരിചയമുള്ള ഏതോ സൈക്കാട്രിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അമൃതയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ശരിയാക്കാമെന്ന്. സാറേ, എനിക്ക് ആകെപ്പാടെ ഒരു പേടി. സംഗതികൾ ഇത്രയും വഷളായ സ്ഥിതിക്ക് നമ്മൾ ഇനിയും ഇതിലിടപെടണോ? വേറെന്ത് ചെയ്യും? ഒരു കാര്യം മാത്രം ആശ്വാസം. കലാവതിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പിടിയുണ്ട്. അതുകൊണ്ട് നമ്മളെ അവർ നോക്കിക്കൊള്ളും. ദൈവമേ, SP. പിടിക്കേ മാഡം. എന്താടോ താൻ പോലീസ് പണിയൊക്കെ നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ? നാട് മുഴുവൻ ഫേമസ് ആയല്ലോ. അത് പിന്നെ മാഡം, ഇത്രയും കാലമായിട്ട് TV-ക്കാര് എന്റെ പേരിങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് താൻ സൂപ്പർ സ്റ്റാർ ആയി. അവർ പറയുന്നതൊക്കെ നുണയാണ് മാഡം. അപ്പൊ അവര് കാണിച്ചതോ? ആ CCTV വിഷ്വൽസ് പഞ്ചരത്നത്തിലെ അല്ലേ? അത് പോലീസിന്റെ കയ്യിൽ കിട്ടാതെ പത്രക്കാരുടെ കയ്യിൽ കിട്ടി അല്ലേ? അതെങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല മാഡം. എന്തിനാണോ ഈ കുപ്പായിട്ടോണ്ട് നടക്കുന്നത്? പോലീസിനെ പറയിപ്പിക്കാനായിട്ട്. 5 സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോട്ടൽ. നാട്ടുകാർക്ക് അവരെ പറ്റി ഇന്നലെ വരെ നല്ല അഭിപ്രായമായിരുന്നു. ആ സ്ഥാപനോ താനും തന്റെ ആൾക്കാരും ചേർന്ന് പൂട്ടിച്ചത്. ലൈസൻസ് ഹോൾഡറെ പിടിച്ച് അകത്തിടുകയും ചെയ്തു. തീർന്നോ തന്റെ സൂക്കേട്? മാഡം, ഫുഡ് പോയിസൺ ഉണ്ടായിരുന്നത് സത്യമാണ്.
12 പേർ ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ട് ഫുഡ് പോയ്സണിംഗ് ഉണ്ടായെങ്കിൽ അതിന്റെ ശരിയായ പ്രതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് പോലീസ്. അല്ലാതെ കൈ കിട്ടുന്നവരെ പിടിച്ച് ലോക്കപ്പിലിടാനല്ല. ഇന്നലെ രാത്രി ഇവിടെ വന്ന ഫോറസ്റ്റ് ഓഫീസർ മാളവികയോട് താൻ അപമര്യാദയായി പെരുമാറിയോ? അയ്യോ ഇല്ല മാഡം, അവര് രാത്രി സ്റ്റേഷനിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. താൻ രാത്രി മദ്യപിച്ച സ്റ്റേഷനിൽ വന്നോ? ഏയ് ഇല്ല മാഡം. മദ്യപിച്ചു മാഡം. ഇന്നലെ രാത്രി പുറത്തുപോയി വരുമ്പോ ഇയാള് മൂക്കറ്റം കുടിച്ചിരുന്നു. അനാവശ്യം പറയരുത്. ഇന്നലെ രാത്രി മുതൽ നിങ്ങളൊരു ശല്യമായിട്ട് കൂടിയിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അരവിന്ദോ, ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ തന്റെ തറവാട്ട് വകയല്ല. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന സ്ഥാപനം. ഇവിടെ ആളുകൾ വരും, സംസാരിക്കും, ആവശ്യങ്ങൾ പറയും. അത് കേൾക്കാനും നടത്തിക്കൊടുക്കാനുമാ തനിക്കൊക്കെ ഈ ഉടുപ്പും തന്ന് ശമ്പളവും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ? യെസ് മാഡം. എന്താ പേര്? സീന. സീന ഇവിടെ നിൽക്കും. അരവിന്ദനകത്ത് വയ്ക്കൂ. ശരി മാഡം. കള്ളം പറയരുത്. ചോദിക്കുന്നതിനൊക്കെയുള്ള മറുപടി സത്യമായിരിക്കണം, കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം. യെസ് മാഡം. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചത്? ആരേ കലാവതി? അത് മാഡം. അവര് കാശ് വല്ലതും തന്നോ? ഇല്ല മാഡം. സീന സർവീസിൽ കയറിയിട്ട് എത്ര കാലമായി? 6 വർഷം. വാ. രാജ്മോഹൻ സാർ. സംഗതിയാകെ പുലിവാലായി. TV ന്യൂസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. SP ആൻമറിയ മാഡം വന്നിട്ടുണ്ട്. പ്രശ്നമാവോ സാറേ? പ്രശ്നമാവാതെ നോക്കണം. ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും പറയരുത്, പ്രത്യേകിച്ച് കലാവതി വന്ന കാര്യം. ഞാൻ പറയും. പറഞ്ഞാൽ തന്റെ അന്ത്യമാ. കേസിൽ നിന്ന് ഊരിയിട്ടുണ്ടെന്നൊന്നും കരുതണ്ട. ആ CCTV വിഷ്വൽസ് വ്യാജമാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. അതോടെ രണ്ടിന്റെയും അന്ത്യമാ. സാർ ആരെയും പേടിപ്പിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല പോലീസ് സ്റ്റേഷൻ കയറുന്നത്. 10-12 വർഷം സെൻട്രൽ ജയിലിലും കിടന്നിട്ടുണ്ട്. മോളെ, TV ന്യൂസ് വന്നപ്പോ തന്നെ സാറിന്റെ വ്യൂസ് പോയി. അരവിന്ദൻ, ഉള്ള തോന്നിയാസം മുഴുവൻ കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കിയിട്ട് മസിൽ പവർ കാണിക്കാണോ? സോറി മാഡം. അമൃത അല്ലേ? അതെ. അനന്തകൃഷ്ണൻ. അതെ മാഡം. ഇവര് നിങ്ങളെ ദേഹോപദ്രവമെല്ലാം ചെയ്തോ? എന്റെ തല്ലി മാഡം. വെറുതെ പറയുന്ന മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. തല്ലി മാഡം. അമൃതമോളുടെ മുന്നിലിട്ട് തല്ലി. സത്യമാണ് മാഡം. ബാക്കി പോലീസുകാരോട് ചോദിച്ച സത്യം അറിയാലോ. ചോദിക്കട്ടെ? വേണ്ട വേണം. സത്യം പറയിക്കാനായി ചെറുതായിട്ട്. തല്ലിയാണോ സത്യം പറയിപ്പിക്കുന്നത്? മാഡം, ആ CCTV വിഷ്വൽസ് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഫേക്കായി ഉണ്ടാക്കാനാണോ പാട്? അരവിന്ദ, TV-ക്കാര് കാണിക്കുന്നത് കോപ്പി ചെയ്ത വിഷ്വൽസാ. ഒറിജിനൽ ഫോറൻസിക് ലാബിലുണ്ട്. അവരുടെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോ ആ വിഷ്വൽസ് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ അരവിന്ദ, തന്റെ കാര്യം പോക്ക. നടക്കണ അങ്ങോട്ട്.
അതെ, അകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരാം. ഈ പ്രതിയെ പിടിച്ചത് മോളാ. ഞാനോ? പിന്നല്ലാതെ. പ്രതിയെ തേടി കണ്ടുപിടിച്ച് സ്റ്റേഷനിൽ എത്തിച്ചത് മോളാണ്. അഭീട്ടിന് ഞാനും കൂടെയല്ലേ? അല്ല, ഇതിന്റെ പേരിൽ ഇനി തർക്കിക്കാൻ നിൽക്കണ്ട. പറയുന്ന കൊണ്ട് കേട്ടാ മതി. കേട്ടല്ലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചെല്ല്, പോടാ. പോടാ ഇങ്ങോട്ട്. നടക്ക്. അനന്തകൃഷ്ണനെ ഇയാള് ദേഹോപദ്രവം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി തരണം. അതിന് SICനെ കൂട്ടുനിന്നു എന്ന് പ്രത്യേകിച്ച് എഴുതണം. മനസ്സിലായോ? ആ, മനസ്സിലായി. അടുത്തത് അമൃത. ഇവിടെ കൊണ്ടുവന്ന പാടെ അമൃതയെ ഇവര് ലോക്കപ്പ് ചെയ്തില്ലേ? ചെയ്തു മാഡം. അതെന്തിനാ സീന ഇതുപോലൊരു കേസിൽ ഒരു സ്ത്രീയെ ലോക്കപ്പിലിടുന്നത്? മോശമായി സംസാരം ഉണ്ടായോ പോലീസിൽ നിന്ന്? ഉണ്ട് മാഡം. അത് എഴുതി തരണം. മാളവിക, ഇന്നലെ രാത്രി ഇവിടെ വന്ന തന്നോട് CI അരവിന്ദൻ മോശമായി പെരുമാറിയെന്നും ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നുള്ള പരാതി കൂടി എനിക്ക് വേണം. അത് തരണോന്ന് ഞാൻ ഇന്നലെ കരുതിയതാ. നടക്കണോ? മാഡം, ഞാൻ ആതിര, അമൃതേച്ചിയുടെ അനിയത്തിയാ. ആ, പോലീസിലുള്ളയാൾ. അതെ മാം. മാഡം, ഇത് മുകുന്ദൻ. ആ CCTV വിഷ്വൽസിലുള്ള ഒരാള് ഇയാളാണ്. ഇവനെ എവിടുന്ന് കിട്ടി? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു മാഡം. അങ്ങനെ അന്വേഷിച്ചു പോയതാ. കൂടെ ഉണ്ടായിരുന്ന ആള് ഓടിക്കളഞ്ഞു. പറയടാ, എന്തിനാ ഇത് ചെയ്തത്? അത് അമൃത പറഞ്ഞിട്ടാ. ഞാനോ? ആ, നീയല്ലേ പറഞ്ഞത്? ഭക്ഷ്യവിഷവാദം ഉണ്ടാക്കിയിട്ട് അത് ദിവ്യപ്രഭയാ ചെയ്തെന്ന് പറഞ്ഞ അവരെ കേസിൽ കൊടുക്കാമെന്ന്. മാഡം, ഇയാള് പറയുന്നത് പച്ചക്കള്ള. ഓഹോ, അപ്പൊ അതാണ് തന്റെ പരിപാടിയല്ലേ? എന്നിട്ട് നിഷ്കളങ്കയായി അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നു അല്ലേ? മാഡം, ഇപ്പോൾ മനസ്സിലായില്ലേ സത്യം? ദാ പ്രതി തന്നെ പറഞ്ഞിരിക്കുകയല്ലേ? മാഡം, ഇങ്ങ് വാ. എങ്ങോട്ടാ? വാ. ആ, അപ്പൊ എങ്ങനെയാ? പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ മാഡം. ഇപ്പൊ എന്ത് പറയുന്നു? ഇനി എന്നെ തല്ലല്ലേ മാഡം. അപ്പൊ പിന്നെ സത്യം പറ. അത് ജോസ് പറഞ്ഞിട്ടാ. അതെന്നെ പോലീസ് പിടിച്ചാ ഞാൻ കലാവതിയുടെ പേര് പറയും. മണ്ടത്തരം കാണിക്കല്ലേ? കലാവതിയുടെ പേര് പറഞ്ഞാ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മളെ പിടിച്ച ഇറക്കാൻ ആരുമില്ല. കലാവതിക്ക് പകരം വേറെ ആരെങ്കിലും പേര് പറഞ്ഞാ കലാവതി നമ്മളെ രക്ഷിക്കും. അരവിന്ദ, അപ്പൊ തന്റെ കേസ് പുകയായി പോയല്ലോ. ഇനി ഇവർക്ക് പോകാലോ. ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളാവുകയോ അവരെ സഹായിക്കുകയോ ചെയ്തു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ചെയ്തു. ഇയാളെ കൈവച്ചു. കള്ളക്കേസുകൾ ഒരുപാടാണല്ലോ അരവിന്ദനും സീനയ്ക്കും എതിരെ. മാഡം, ഒരു അബദ്ധം പറ്റിയതാ. ഇതാണോ അബദ്ധം? രണ്ടുപേരുടെയും സസ്പെൻഷൻ ഓർഡർ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. വെക്കേറ്റ് ദ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ്ലി. മാഡം, പ്ലീസ്. എന്താ പേര്? രാജ്മോഹൻ. യു വിൽ ബി ഓൺ ചാർജ്. അടുത്തയാള് വരുന്നത് വരെ. യെസ് മാഡം. പോകാം. മാഡം, പറഞ്ഞു തീരാത്തത്ര നന്ദിയുണ്ട്. മാഡം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഞാൻ ചെയ്തത് എന്റെ ജോലിയാ. നാട്ടുകാരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനാ പോലീസ്. അല്ലാതെ അമൃതയെ പോലുള്ള നിരപരാധികളെ കേസിൽപ്പെടുത്താനല്ല. പിന്നെ ഇക്കാര്യത്തിൽ എന്നോടല്ല നന്ദി പറയേണ്ടത്, ആതിരയോട്.
2 പ്രധാനപ്പെട്ട തെളിവുകളാ ആതിര കണ്ടെത്തിയത്. ഒന്ന് ആ CCTV വിഷ്വൽസ്, 2 രണ്ടാം പ്രതി മുകുന്ദൻ. അതോടെ എന്റെ ജോലി എളുപ്പമായി. പോലീസ് ട്രെയിനിങ് കിട്ടിയതിന്റെ എല്ലാ ഗുണവും ആതിര കാണിച്ചു. സർവീസിൽ ആതിര തിളങ്ങുന്നുള്ള കാര്യം ഉറപ്പാ. താങ്ക് യു മാഡം. പക്ഷെ ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്തതല്ല. TV ചാനലുകാരും നാട്ടുകാരും ഒക്കെ സഹായിച്ചു. ഈ മുകുന്ദനുള്ള സ്ഥലം കാണിച്ചു തന്നതും ഒരു പരിചയക്കാരനാണ് അല്ലേ? അത് പിന്നെ അതൊക്കെ പോട്ടെ. ഇപ്പോ മാഡം പറയുന്ന കേട്ടാ മതി. സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇതാണ് എഫിഷ്യൻസി എങ്കിൽ സർവീസിൽ കയറി കഴിയുമ്പോൾ എന്തായിരിക്കും പെർഫോമൻസ്? ഓൾ ദി ബെസ്റ്റ് ആതിര. അമൃത, പോലീസ് മൂലമുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ ക്ഷമ പറയുന്നു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി. മാളവികയുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ട്. പോലീസിനെ കൊണ്ട് ഒരാവശ്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. മാളവിക എന്റെ സുഹൃത്താ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായാൽ മാളവികയെ വിളിച്ചാലും മതി. ഹോട്ടല് തുറന്ന് പഴയതുപോലെ സജീവമാവണം. സമയം കിട്ടുമ്പോ ഞാനൊരു ദിവസം വരാം. പഞ്ചരത്നത്തിലെ ഭക്ഷണത്തിന്റെ രുചി എനിക്കൊന്നും അറിയണല്ലോ. ശരിയെന്നാ. ശരി മാഡം. ശരി. താങ്ക് യു മാഡം. മാഡം, എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. 2 ദിവസം എന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതിനും പോലീസ് അറസ്റ്റ് ചെയ്തു കേട്ടപ്പോ ഓടി വന്നതിനും എല്ലാം. ഇതൊന്നും ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. എനിക്ക് നിങ്ങളുടെ കുടുംബത്തോടൊരു ഇഷ്ടമുണ്ട്, വ്യക്തിപരമായൊരു ഇഷ്ടം. ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ പഞ്ചരത്നത്തിലേക്ക്? ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, എന്നാലും ഞാൻ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. വിവേക് ഉണ്ടാവോ പഞ്ചരത്നത്തില്? ഉണ്ടോ? ശരി. നല്ല സ്ത്രീ. ഇന്നലെ മുഴുവൻ അവരിവിടെ ഉണ്ടായിരുന്നു. രാവിലെ പോയത്. അത് SP വിളിക്കാനാണെന്ന് മാത്രം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമുക്ക് പോയാലോ? ഇനിയിപ്പോ ആരെയും പേടിക്കാതെ പഞ്ചരത്നത്തിന്റെ പൂട്ട് പൊളിച്ചാത്ത് കയറാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്തുപറ്റി? തളർന്നുപോയോ? ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ശീലമായില്ലേ അബി? ഇനി എന്ത് തളർച്ച? അടുത്ത പ്രശ്നം ഉണ്ടാവുന്നത് വരെയുള്ളൊരു ഇടവേളയായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. പഞ്ചരത്നം ഭക്ഷ്യവിഷബാധ കേസിൽ പുതിയ വാർത്തകൾ. ഭക്ഷ്യവിഷബാധ കേസിൽ കാരണക്കാരിയായി പോലീസ് അറസ്റ്റ് ചെയ്ത അമൃത ചന്ദ്രസേനനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു. അമൃത അല്പം മുമ്പ് സ്റ്റേഷനിൽ നിന്നും പുറത്തു വന്നു. അമൃതയെ അറസ്റ്റ് ചെയ്ത് CI അരവിന്ദിനെയും SI സീനിയെയും അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന വലിയ വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അമൃതയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയ കേസിൽ മേൽ പറഞ്ഞ പോലീസുകാർക്കെതിരെ കേസെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നവും തീർന്നു. അമൃതേച്ചിയുടെ കൂടെ ഈശ്വരനുണ്ട്. ഇവിടെ ശരിക്കും ഈശ്വരനത് അഭിയേട്ടനാ. അഭിയേട്ടൻ ഒരാളുടെ മിടുക്കൊണ്ട പ്രശ്നങ്ങൾ ഇത്രയും നന്നായിട്ട് പരിഹരിച്ചത്. അഭിയേട്ടനോ? ആതിരല്ലേ എല്ലാം കണ്ടുപിടിച്ചത്? ഹോട്ടലിൽ നിന്ന് CCTV ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിയത് അഭിയേട്ടനാ. ആ CAയുടെ കൈ കൊടുത്തത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹാർഡ് ഡിസ്ക് ആയിരുന്നു. ആ ഡിസ്ക് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായിരുന്നു അഭിയേട്ടൻ്റെ പ്ലാൻ. പക്ഷേ ഇന്നലെ അമൃതേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ ആ പ്ലാൻ മാറ്റി. അങ്ങനെയാ ഹാർഡ് ഡിസ്ക് ചാനലുകൾക്ക് കൊടുത്തത്. പക്ഷേ നേരത്തെ കാണിച്ച ന്യൂസിൽ ആതിരയായിരുന്നല്ലോ. അത് അഭിയേട്ടൻ മനഃപൂർവ്വം ചെയ്തതാ. ഇങ്ങനെ ഒരു കേസിൽ തെളിവ് കണ്ടെത്തിയത് ആതിരയാണെന്ന് വന്നാൽ അവളുടെ പോസ്റ്റിംഗ് സമയത്ത് അത് ഗുണം ചെയ്യും. മനസ്സിലായില്ലേ? സ്വന്തം നാട്ടിൽ സാധാരണഗതിയിൽ പോലീസുകാർക്ക് പോസ്റ്റിംഗ് കിട്ടാറില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലിലെ ഇടപെടൽ വേണം. ഈ കേസ് തെളിയിച്ചത് ആതിരയാണെന്ന് വന്നാൽ ഗവൺമെന്റിനെ പ്രഷർ ചെയ്ത് ഇവിടെ തന്നെ പോസ്റ്റിംഗ് മേടിക്കുന്ന അഭിയേട്ടൻ പറയുന്നത്. ഓ, അത് ശരി. ഇതിന്റെ പിന്നിൽ അങ്ങനെ ഒരു കളിയുണ്ടായിരുന്നോ? ന്യൂസ് കേട്ടില്ലേ? ആ, കേട്ടോണ്ടിരിക്കായിരുന്നു. അമൃതേച്ചി അഭിയേട്ടന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാരും കൂടി പഞ്ചരത്നത്തിലേക്ക് പോവും.
എന്നോടും പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാനും ഇറങ്ങും. ആ ആകാശേട്ടാ, ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനും നന്നായി ഭക്ഷണം കഴിക്കാനും സമ്മതമാണെങ്കിൽ നാളെ പോയിക്കോളാൻ പറഞ്ഞു. മോളെ എങ്ങനെ അനുസരിക്കോ? ആ പിന്നെ ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.